ദുബായിൽ വെച്ചുണ്ടായ ബസ് അപകടം നഷ്ടപരിഹാര തുക ലഭിക്കില്ലെന്ന് പറഞ്ഞ് നിയമസ്ഥാപനങ്ങൾ ഒഴിവാക്കിയ കേസിൽ യാപ്ലിക്കൽ സർവീസസ് സിഒ സലാം പാപ്പിനിശ്ശേരിയുടെ ഇടപെടൽ ഫലം കണ്ടു. 6 മാസത്തോളം നടത്തിയ നിയമ നടപടികൾക്കൊടുവിലാണ് എബിയുടെ കുടുംബത്തിന് അനുകൂലമായ കോടതി വിധി ലഭിച്ചിരിക്കുന്നത്. 2020 ജൂലൈ 12-ന് ദുബായ് ഷെയ്ഖ് സായിദ് അൽമനാറ പാലത്തിലൂടെ അബുദാബിയിലേക്ക് പോകുകയായിരുന്ന എബി സഞ്ചരിച്ച മിനി ബസിന് തീപിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ 2 പേർ മരണപ്പെടുകയും ബാക്കിയുള്ളവർക്ക് പരിക്കുകൾ പറ്റുകയും ചെയ്തു. ബസ് ഡ്രൈവർ കുറ്റക്കാരനല്ലെന്ന് അപ്പീൽ കോടതി കണ്ടെത്തിയതിനാൽ എതിർകക്ഷി ഇല്ലാത്തതുകൊണ്ട് നഷ്ടപരിഹാരം ലഭിക്കില്ലെന്ന് പറഞ്ഞു പല അഡ്വക്കേറ്റ് ഓഫീസുകളും തിരിച്ചയച്ചപ്പോൾ മരണപ്പെട്ട എബിയുടെ അനന്തരാവകാശികൾ 4 വർഷത്തിനു ശേഷം അവസാനം യാപ്ലിക്കൽ സർവീസസ് സിഒ സലാം പാപ്പിനിശ്ശേരിയെ സമീപിക്കുകയായിരുന്നു. 2020 ദുബായിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ ആലപ്പുഴ അരിപ്പാട് കരുവാറ്റ സ്വദേശി അബി അബ്രഹാം ദാരുണമായ അന്ത്യം സംഭവിച്ചു. വാനിൽ ഏകദേശം 15 പേരോളമാണ് ഉണ്ടായിരുന്നത്. അതിൽ അബി അബ്രഹാമും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ അബി അബ്രഹാമിന്റെ കേസ് അവരുടെ അനന്തരാവകാശികൾ ആ കേസിന് അനുകൂലമായ വിധി വരാതെ നിന്ന സാഹചര്യത്തിൽ അനന്തരാവകാശികൾ ഏൽപ്പിച്ച പോൾ ജോർജ് ആ കേസ് ഞങ്ങളുടെ സ്ഥാപനത്തെ ഏൽപ്പിക്കുകയും ആ കേസിന് നമുക്ക് ദുബായ് കോടതിയിൽ നിന്നും 2,06,000 ദിർഹം അനുകൂലമായ വിധി, അതായത് 46,60,000 രൂപ മൊത്തത്തിൽ ലഭിക്കാനുള്ള വിധിയും തുകയും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ കേസ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അനന്തരാവകാശികൾ ഏൽപ്പിച്ച പോൾ ജോർജ് ആണ്. പോൾ ജോർജ് ഞങ്ങൾ കൂടെ ഇപ്പോൾ ഉണ്ട്. പോൾ ജോർജ് ആലപ്പുഴ സ്വദേശിയാണ്. ഷാർജയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളോട് പങ്കുവെക്കും. 2020 ജൂലൈ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആക്സിഡന്റ് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിധം അപകടത്തിൽപ്പെട്ട് തീ കത്തി. പിന്നെ DNA ടെസ്റ്റ് നടത്തിയാണ് ബോഡി ഐഡന്റിഫൈ ചെയ്ത് നാട്ടിൽ വിടുന്നത്. ആ സമയത്ത് ഈ മരിച്ച അബിയുടെ പിതാവ് നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റിനെ വിശ്വസിച്ച് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചു. അവർ വേണ്ട രീതിയിൽ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല. അങ്ങനെ ആദ്യത്തെ കോടതികളിലൊക്കെ ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുകയും നമുക്ക് ഒന്നും കിട്ടാനുള്ള സാഹചര്യമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതാണ്ട് 1.5 വർഷം കഴിയുമ്പോഴാണ് എന്നോടുള്ള പരിചയത്തിൻ്റെ പേരിൽ എൻ്റെ പേരിൽ പവർ ഓഫ് അറ്റേണി തന്നു. ഞാൻ കോൺസുലേറ്റിൽ നിന്ന് ഈ ഫയൽ മേടിച്ച് വേറൊരു നിയമസ്ഥാപനത്തെ ഏൽപ്പിച്ചു. 1.5 വർഷത്തോളം ഇവിടെ പോയെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സലാം പാപ്പിനിശ്ശേരി പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് എനിക്ക് അനുഭവമുള്ള ആളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പല കേസുകളിലും ഊരാക്കുടുക്കിൽപ്പെട്ട പല കേസുകളും അഴിച്ച് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ മറ്റു പല ഫ്രണ്ട്സ് പറഞ്ഞു ഞാൻ അറിഞ്ഞു. വന്ന ദിവസം തന്നെ ഈ കേസിൻ്റെ എല്ലാ വിവരങ്ങളും അദ്ദേഹം സമാഹരിച്ച് ഈ കേസ് നടത്തി. ഏതാണ്ട് വളരെ വേഗത്തിൽ തന്നെ ഏകദേശം 6 മാസം പോലും തികയുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഈ എബിയുടെ മാതാപിതാക്കൾക്ക് ഇത്രയൊരു തുക അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രവാസികളായ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് ഒരു അത്താണിയായിട്ട് ഞാൻ സലാം പാപ്പിനിശ്ശേരിയെ കാണുന്നു. അദ്ദേഹം നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദൈവം തമ്പുരാൻ അദ്ദേഹത്തിനെ സഹായിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ബസ് ഇൻഷുർ ചെയ്ത ഇൻഷുറൻസ് കമ്പനിയെയും ബസ് ഡ്രൈവറെയും എതിർകക്ഷികളാക്കിക്കൊണ്ട് ഇൻഷുറൻസ് തർക്കപരിഹാര കോടതിയിൽ സമർപ്പിച്ച കേസിലാണ് 2,06,000 ദിർഹം അഥവാ 47 ലക്ഷം ഇന്ത്യൻ രൂപ അനന്തരാവകാശികൾക്ക് നൽകണമെന്ന് അനുകൂല വിധി ലഭിച്ചത്.